നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ചുമയും തുമ്മലും വളരെ സാധാരണയായി കണ്ടുവരുന്ന അസുഖങ്ങളാണ്. വല്ലപ്പോഴും ഒരിക്കൽ ചുമയും തുമ്മലും ജലദോഷവും എല്ലാം വരാത്തവരുണ്ടാകില്ല. എന്നാൽ നിർത്താതെയുള്ള ജലദോഷം, തുമ്മൽ ഇതെല്ലാം വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായി കാണുന്നുണ്ട്. നിർത്താതെയുള്ള ജലദോഷം അഥവാ അലർജിക് റൈനൈറ്റിസ്, ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പരിഹാരങ്ങൾ, ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് കൊച്ചിയിലെ കാക്കനാടുള്ള GVENT സെന്ററിലെ കൺസൾട്ടന്റ് ENT ഡോക്ടർ ജോർജ് വർഗീസ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പോൾ ഈ ജലദോഷം വളരെ നിസ്സാരമായിട്ടാണ് നമ്മൾ കാണാറ്, എങ്കിലും വിട്ടുമാറാതെ വരുമ്പോൾ അതൊരു പ്രശ്നമാകുന്നു. അലർജിക് റൈനൈറ്റിസ് എന്താണ് ഇതെന്നൊന്ന് പറയാമോ? അലർജിക് റൈനൈറ്റിസ് എന്നാൽ നമ്മുടെ ഒരു അലർജിക് റെസ്പോൺസ്, ഏതൊരു സാധനത്തിനോടുള്ള റെസ്പോൺസ്, അലർജിക് റെസ്പോൺസ് ആണ് അലർജി എന്ന് പറയുന്നത്. അത് മൂക്കിനകത്ത് വരുന്ന അലർജിയാണ് അലർജിക് റൈനൈറ്റിസ്. സാധാരണയായി നമ്മൾ കണ്ടുവരുന്ന സിംറ്റംസ്, ഓരോ ലക്ഷണങ്ങൾ, മൂക്കിനകത്ത് വന്ന് മൂക്കൊലിപ്പ്, സാധാരണയായി വെള്ളം പോലെ വരിക, തുമ്മല മുതലായവയാണ്. ഈ എസ്പെഷ്യലി പ്രത്യേകിച്ച് ഈ സീസണിൽ മഴയുള്ള സമയത്താണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത്. കാരണം തണുപ്പും മഴയും കാറ്റും ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പം നമ്മൾ മഴയത്ത് പോവുകയാണെങ്കിൽ പലർക്കും ഒരു അലർജിക് റൈനൈറ്റിസ് പിടിപെടാറുണ്ട്, സാധ്യതയുണ്ട് അല്ലേ ഡോക്ടർ? നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ, ഡോക്ടർ ലൈവാണ്, സംസാരിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. ഡോക്ടർ, ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ. എനിക്ക് ഇടയ്ക്കിടെ ഇങ്ങനെ തുമ്മൽ വരുന്നുണ്ട്. ആ തുമ്മൽ ഈ ജലദോഷം വന്നാൽ 1-1.5 മാസം വരെ ഇങ്ങനെ അടുത്ത ജലദോഷമാണ്. കഴിക്കുന്ന ആഹാരങ്ങളൊന്നും ഇതുപോലെ രുചിയൊന്നും അറിയാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള ഒരു ഇതാണ്. അത് എപ്പോഴാണ് സാധാരണ വരുന്നത്? പൊടി തട്ടുമ്പോഴാണോ അതോ തണുപ്പത്ത് പോകുമ്പോഴാണോ? ഞാനിങ്ങനെ ഈ ഹെൽമെറ്റ് വെച്ച് എപ്പോഴും യാത്ര ചെയ്യാണ്ട് ബൈക്ക്. ഓക്കെ. അപ്പൊ എനിക്ക് മൊബൈൽ ടവർ വർക്കാണ്. അപ്പൊ 24 hours ഇതിന്റെ പിന്നാലെ ഓടുന്നതാണ്. എപ്പോഴും ഹെൽമെറ്റ് തലയിൽ വെക്കുന്നുണ്ടാവും. അപ്പൊ ആ വേർപ്പിന്റെ അലർജി കൊണ്ട് വരാം തലയില്ല. ചൂടുകാലത്താണ് കൂടുതൽ വരുന്നത് അതോ മഴക്കാലത്താണ് കൂടുതൽ വരുന്നത്? അല്ല, ഇത് രണ്ട് സമയത്തും ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ എന്താണ് ഇങ്ങനെ തുമ്മൽ എന്ന് പറയുമ്പോൾ ശക്തിയായിട്ട് കുറെ പ്രാവശ്യം ഇങ്ങനെ നിർത്താതെ ഒരുപക്ഷെ അത് ഹെൽമെറ്റിന്റെ കാരണം കൊണ്ടാവണമെന്നില്ല. നമ്മൾ വെളിയിൽ ഹെൽമെറ്റ് വെച്ച് പോകുന്ന പറഞ്ഞാൽ ബൈക്കിൽ പോകുമ്പോൾ വെളിയിലത്തെ പൊടി ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ ഒത്തിരി പൊടി, പൊല്യൂഷൻ, അതിൻ്റെ അലർജി ആകാനാണ് കൂടുതൽ സാധ്യത. അപ്പം അത് നമുക്ക് അലർജിയുടെ ഏറ്റവും നല്ല ചികിത്സ എന്ന് പറഞ്ഞാൽ പ്രതിവിധി അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇനിയും അടുത്ത പ്രാവശ്യം യാത്ര ചെയ്യുമ്പോൾ മൂക്കിൽ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു മാസ്കോ അല്ലെങ്കിൽ ടവലോ കെട്ടി ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ അലർജി ഒത്തിരി കുറയാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ കേസിൽ എനിക്ക് തോന്നുന്നത് വെളിയിലുള്ള ഡസ്റ്റായിരിക്കും. ഡസ്റ്റാണ് സാധാരണ, പൊടിയാണ് ഏറ്റവും കൂടുതൽ അലർജി ഉണ്ടാക്കുന്ന ഒരു വസ്തു. അത് വീട്ടിലെ പൊടിയാകാം, വെളിയിലത്തെ പൊടിയാകാം. അപ്പോൾ ഇതിപ്പോൾ വെളിയിൽ ബൈക്കിൽ പോകുന്നതുകൊണ്ട് ഉള്ള പൊടിയിൽ നിന്ന് ഉള്ള അലർജി ആയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അലർജി കൂടുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ മൂക്കിനകത്ത് നീര് വന്ന് മൂക്കിൻ്റെ മണം നമുക്ക് കിട്ടുന്ന മൂക്കിൻ്റെ മുകൾ ഭാഗത്താണ്. അപ്പോൾ അത് ബ്ലോക്ക് ആവുന്നതുകൊണ്ടാണ് രുചിയൊന്നും അനുഭവപ്പെടാത്തത്. മണമില്ലെങ്കിൽ രുചിയില്ല, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ടേസ്റ്റും അതുമൊന്നും അനുഭവപ്പെടാത്തത്. മറ്റൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ, ഡോക്ടർ ലൈവാണ്, സംസാരിച്ചോളൂ. ഡോക്ടർ, ഇത് പത്തനംതിട്ട വിൽസൺ പറയൂ. വിൽസൺ എന്റെ മകന് വേണ്ടിയാണ്. 17 വയസ്സുള്ള കുട്ടിയാണ്. പറഞ്ഞോ. അത് വിട്ടുമാറാത്ത ജലദോഷം, അത് കൂടുതലും തുമ്മല്, പിന്നെ മൂക്കടപ്പ് ഒക്കെ സ്ഥിരമായിട്ടുണ്ട്. ഓക്കെ. വീട്ടിൽ ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് ഈ ആസ്മാജി പ്രോബ്ലം ഉള്ളവരായിരുന്നു. അപ്പൊ അത് ഞാൻ ഈ പൾമണറി ഇൻഹേലറൊക്കെ ഉപയോഗിക്കുമായിരുന്നു. ഉപയോഗിക്കുന്നതില്ല. ഇത് മാറുന്ന ഇതങ്ങ് സ്ഥിരമായിട്ടുണ്ട് താനും. ഓക്കെ. അപ്പം മൂക്കടപ്പും ഉണ്ട് അല്ലേ? മൂക്കടപ്പുണ്ട്. ഈ ആസ്മയും അലർജിയും വളരെയധികം ബന്ധപ്പെട്ടാണ്. ആസ്മാറ്റിക് അലർജിക് ആസ്മ വളരെ കോമൺ ആണ്. അപ്പം ആസ്മയോടൊപ്പം തന്നെ ഈ അലർജിയും കൂടെ നമ്മൾ ചികിത്സിക്കുകയാണെങ്കിൽ രണ്ടിനും വളരെയധികം കുറവ് വരും. അത് എന്താണെന്നുള്ളത് അടുത്തുള്ളൊരു ENT സർജനെയും കൂടെ കാണിക്കണം, പൾമനോളജിസ്റ്റിൻ്റെ കൂടെ തന്നെ. അപ്പം മൂക്കിലെ പ്രശ്നം കൂടെ പരിഹരിക്കുകയാണെങ്കിൽ ആസ്മയിൽ തന്നെ നല്ലൊരു പരിധിവരെ ആശ്വാസം കിട്ടും. മറ്റൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ
ഹലോ, വയനാട്ടിൽ നിന്ന് കൃഷ്ണപ്രസാദാണ്. ചോദിച്ചോളൂ. ഹലോ, പിന്നെ കുറച്ചു കാലമായിട്ട് ഒരു 2 വർഷമായിട്ട് ഭയങ്കര ജലദോഷമാണ്, എന്താണെന്ന് അറിയില്ല. പിന്നെ അത് ഡോക്ടറെ കാണിച്ചിട്ട് രക്തം ടെസ്റ്റ് ചെയ്തിട്ടൊന്നും കുഴപ്പമില്ലെന്നാ പറഞ്ഞത്. ഇപ്പം മാറുന്നില്ല, എന്താണെന്ന് അറിയില്ല. 2 വർഷമായിട്ടുള്ളോ? 2 വർഷം, 1.5 വർഷമായി ഇങ്ങനെ വല്ലാണ്ട് ജലദോഷം വിട്ടുപോയാണ് നിൽക്കുന്നു. ഈ 2 വർഷത്തിനിടയ്ക്ക് പുതിയൊരു വീട്ടിലോട്ട് മാറുകയോ അല്ലെങ്കിൽ പുതിയൊരു സാഹചര്യത്തിലോട്ട് വരികയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. പണ്ട് മുതലേ ഇവിടെ തന്നെ താമസിക്കുന്നതും ജോലി ചെയ്യുന്നതും എല്ലാം ഒരു സ്ഥലത്ത് തന്നെയാണോ? അതെ. വീട്ടിൽ ഏതെങ്കിലും പുതിയ പെറ്റ്സിനെയോ വല്ലതും വാങ്ങിക്കോ? ഉദാഹരണമായി പട്ടിക്കുട്ടികളോ പൂച്ചക്കുട്ടികളോ ഒക്കെ അല്ലേ? എന്തെങ്കിലും ഒരു പുതിയ സാഹചര്യം വന്നു കാണും. അല്ലെങ്കിൽ പെട്ടെന്ന് 2 വർഷത്തിനിടയ്ക്ക് അലർജി വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ശ്വാസം കഴിക്കുന്നില്ല, വായി കൂടിയല്ല, അങ്ങനെ അപ്പം വല്ലാണ്ട് അടഞ്ഞിരിക്കലും അങ്ങനെയല്ലാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് അലർജി പണ്ടേ ഉള്ളതായിരിക്കും. ഇപ്പോൾ അലർജി കാരണം മൂക്കിനകത്ത് ചിലപ്പോൾ അലർജിക് പോളിപ്സ് ഉണ്ടായി കാണും. അതായത് മൂക്കിനകത്ത് ദശ വളർന്നിട്ടുണ്ടാവാം. അതിപ്പോൾ ഈ 2 വർഷത്തിനിടയ്ക്കായിരിക്കും അത് ഫുള്ളായിട്ട് മൂക്ക് അടഞ്ഞത്. അപ്പോൾ അതായിരിക്കും മൂക്ക് കംപ്ലീറ്റ് ബ്ലോക്ക് ആയത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ളൊരു ENT സർജനെ കാണിച്ചിട്ട് അത് ആണെന്നുണ്ടെങ്കിൽ അത് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് മരുന്ന് കൊണ്ട് നമുക്ക് ആദ്യത്തെ സ്റ്റേജ് ആണെങ്കിൽ മാറ്റാവുന്നതാണ്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണെങ്കിൽ മരുന്നുകൊണ്ട് ചിലപ്പോൾ മാത്രം മാറണമെന്നില്ല. നമുക്ക് അത് റിമൂവ് ചെയ്യേണ്ട, ഓപ്പറേഷൻ വഴി അത് റിമൂവ് ചെയ്തതാണെങ്കിൽ ആ മൂക്കിലെ ശ്വാസം ബെറ്റർ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ആശ്വാസം കിട്ടും. മറ്റൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ ഡോക്ടർ, ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഞാൻ സൗദിയിൽ നിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് സലാമാണ്. സലാം. എനിക്ക് കുറെ വർഷമായിട്ട് അത് അലർജി എന്താ അറിയില്ല, പെട്ടെന്ന് എപ്പോഴും ഇടക്കിടക്ക് ജലദോഷം പെട്ടെന്ന് നിന്ന് പോവും. പിന്നീട് കുറച്ച് കഴിയുമ്പോ പിന്നീട് ജലദോഷം അങ്ങനെയൊക്കെ ഉള്ള. അപ്പൊ ഞാൻ ഇവിടെ ഒരു തണുപ്പുള്ള കാലാവസ്ഥയിലാണ് കഴിയുന്നത്. ഇപ്പൊ തണുപ്പൊന്നുമില്ല, ഇപ്പൊ ചൂടാണ്. അങ്ങനെയുള്ള എപ്പോഴും ഇങ്ങനെ ജലദോഷം വരും. ഈ ചൂടുകാലത്തും ജലദോഷം ഉണ്ടോ? ഇപ്പൊ ഇവിടെ കാലാവസ്ഥ ചൂടാണ്, അപ്പോഴും ജലദോഷം ഉണ്ട്. അപ്പൊ ഞാൻ 2 ദിവസം മുമ്പ് ജിദ്ദി പോയി ഒരു ദിവസം എനിക്ക് ജലദോഷമുള്ള ടൈമിൽ ഞാൻ പോയത്. അവിടെ ചൂടായിരുന്നു. തിരിച്ചു അപ്പോഴൊന്നും ജലദോഷമല്ല, ഇവിടെ തിരിച്ചിവിടെ വന്നപ്പോഴും ജലദോഷം വീണ്ടും തുടങ്ങി. അത് എന്ത് മരുന്നാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്? മരുന്ന് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നില്ല. ഞാൻ അങ്ങനെ കൂടുതലാണെങ്കിൽ ഇവിടെ കിട്ടുന്ന ഒരു ഫ്ലൂട്ടാബ് പറഞ്ഞ ജലദോഷത്തിനുള്ള ഗുളിക കഴിക്കാറുണ്ട്. അപ്പൊ അത് പെട്ടെന്ന് നിൽക്കാറുണ്ട്. അതിനേക്കാളും നല്ലത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രധാനമായിട്ട് ഗൾഫിലുള്ള കാർപ്പറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ. വീട്ടിൽ കാർപ്പറ്റ് ഉണ്ടോ? ഇല്ല, കാർപ്പറ്റ് ഇല്ല. കാർപ്പറ്റ് ഉണ്ടായിരുന്നു മുമ്പ്, ഇപ്പൊ ഷീറ്റാണ്. അതെ, കാർപ്പറ്റിൽ നിന്നുള്ള ഒരു ഒത്തിരി പൊടി വളരെ അലർജി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ ടാബ്ലറ്റിനേക്കാളും കൂടുതൽ എഫക്റ്റീവായിട്ടുള്ളത് മൂക്കിൽ അടിക്കുന്ന സ്പ്രേസ് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് അവിടെ ഏതെങ്കിലും ENT ഡോക്ടറെ കാണുകയാണെങ്കിൽ അവർ അത് പറഞ്ഞു തരും. ആ സ്പ്രേ നമ്മൾ ദിവസവും അടിച്ചുകൊണ്ടിരുന്നാൽ മതി അലർജി മാറുന്നവരെ. പിന്നെ അതിന് ശേഷവും അത് ഉപയോഗിക്കാം. അലർജി വരുന്നു എന്ന് തോന്നുമ്പോൾ തന്നെ ടാബ്ലറ്റിനേക്കാളും കുറച്ചുകൂടെ സേഫും എഫക്റ്റീവും അതാണ്. അത് അടുത്തുള്ളൊരു ഡോക്ടറെ സൗദിയിൽ തന്നെ കാണിക്കുകയോ അല്ലെങ്കിൽ നാട്ടിൽ വരുമ്പോൾ കാണിക്കുകയോ ചെയ്താൽ മതി ഡോക്ടറെ. നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നു. ഹലോ. ഡോക്ടർ ലൈവ് ആണ്, ഡോക്ടറോട് സംസാരിച്ചോളൂ. സാറേ, ഞാൻ അല്ലയിൽ നിന്ന് കബീറാണ് വിളിക്കുന്നത്. കബീർ, എനിക്ക് ജലദോഷം തുമ്മല് സ്ഥിരമായിട്ട് നാട്ടിൽ പോകുമ്പോൾ മാത്രമേ ഉള്ളൂ. ഓക്കെ. ഗൾഫിൽ വരുമ്പോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ നാട്ടിൽ ചെന്ന കണ്ണു ചൊറിച്ചല്, മൂക്കടപ്പ്, തുമ്മല് ഇങ്ങനെ സ്ഥിരമായിട്ടുണ്ട്. ഓക്കെ. രാത്രി വലിയ കുഴപ്പമില്ല, രാവിലെ ആണ് കൂടുതൽ ബുദ്ധിമുട്ട്. വെളിയിലോട്ട് ഇറങ്ങുമ്പോഴാണോ വീട്ടിനകത്ത് ആണോ കൂടുതൽ പ്രശ്നം? അല്ലല്ല, നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോ സാധാരണ മൂക്കടപ്പ് ഉണ്ടാവും. പിന്നെ അവിടെ നിന്ന് തുമ്മലായി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചില ദിവസം ഫുള്ള് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം ഫുള്ളായിട്ട് തുമ്മും. അപ്പൊ നമ്മൾ ഏതെങ്കിലും ലിവോസെറ്റോ ഏതെങ്കിലും അലർജി ടാബ്ലറ്റ് ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ രാത്രി കഴിച്ചു കഴിഞ്ഞാൽ രാവിലെ വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ കണ്ണ് ചൊറിച്ചലും സാധാരണ എപ്പോഴും കൂടുതലായിട്ട് ഉണ്ടാവും. ഗൾഫിൽ വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അലൈനിലായിട്ട് എത്ര വർഷമായി? അലൈനിൽ 20 വർഷമായി. അപ്പൊ അതിന് മുമ്പ് നാട്ടിലുണ്ടായിരുന്നപ്പോഴും ഇതുണ്ടായിരുന്നു പ്രശ്നം?
മുൻപ് ഇതേപോലെ തന്നെ നാട്ടിൽ ഇവിടെ വരുമ്പോ കുറച്ച് ആളൊക്കെ നാട്ടിൽ നിന്ന് വന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ക്ലിയർ ആവും, ഒരു കുഴപ്പമുണ്ടാകാറില്ല. അതാണ് അതിന്റെ പ്രത്യേകത. അലർജി എന്ന് പറയുന്നത് ഏതൊരു ഒരു പ്രത്യേക ഒരു പർട്ടിക്കുലർ വസ്തുവിനോടുള്ള ഒരു അലർജിയാണ്. ഒരുപക്ഷെ നാട്ടിലെ ഹ്യൂമിഡ് ആയിട്ടുള്ള ക്ലൈമറ്റും ഇവിടുത്തെ പൊല്യൂഷനോട് എന്തിനാണെന്ന് നമുക്കറിയില്ല, അത് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അതിനോടുള്ള അലർജി കൊണ്ടായിരിക്കാം നാട്ടിൽ വരുമ്പോൾ മാത്രം വരുന്നത്. അപ്പോൾ അലൈനിൽ എയർ കണ്ടീഷൻ ക്ലൈമറ്റിൽ വലിയ പൊല്യൂഷൻ ഇല്ലാത്തൊരു എൻവയോൺമെൻറ്റിൽ കബീറിന് പ്രശ്നം ഇല്ലാത്തത് അതുകൊണ്ടാണ്. അപ്പോൾ അത് നാട്ടിൽ വരുമ്പോൾ നമുക്കൊരു അലർജി ടെസ്റ്റിംഗ് നടത്തിയാൽ എന്തിനാണ് അലർജി എന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതുമായിട്ടുള്ള കോണ്ടാക്റ്റ് അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്താൽ നമുക്ക് നല്ലൊരു പരിധിവരെ അത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ ഈ ജലദോഷം സാധാരണഗതിയിൽ നമ്മൾ കാര്യമാക്കാതെ എടുക്കും, 1-2 ദിവസം കൊണ്ട് ഇതങ്ങ് മാറിപ്പോ. എപ്പോഴാണ് ഇത് ഇത്തരത്തിലുള്ളൊരു പ്രശ്നമാണ് അല്ലെങ്കിൽ അലർജിക് റൈനൈറ്റിസ് പോലുള്ള അസുഖമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അലർജിക് റൈനൈറ്റിസ് അത് പെട്ടെന്ന് വരുന്ന അക്യൂട്ട് ആവാം, അല്ലെങ്കിൽ അത് ക്രോണിക് പഴകിയതാവാം. ഈ അലർജിക് റൈനൈറ്റിസ് പഴകാനായിട്ട് ഒരു ഇട വരുത്തരുത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടാബ്ലറ്റിൻ്റെ അതുപോലെ തന്നെ അതിനേക്കാൾ എഫക്റ്റീവ് ആയിട്ടുള്ള നേസൽ സ്പ്രേസ് ഒക്കെ അവൈലബിൾ ആണ് ഇപ്പോൾ. അത് നമ്മൾ ഉപയോഗിച്ച് അലർജി കഴിവതും കൺട്രോൾ ചെയ്ത് നിർത്തുക. പിന്നെ എന്താണ് അലർജി ഉണ്ടാക്കുന്നതെന്ന് കണ്ടുപിടിച്ചിട്ട് അത് അവോയ്ഡ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല അതിൻ്റെ ചികിത്സാ രീതി. പിന്നെ അതും മനസ്സിലാകാതെ പിന്നെയും അലർജി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ മൂക്കിനകത്ത് നേരത്തെ ഒരു ആൾ വിളിച്ചതുപോലെ അത് പോളിപ്പാകാനും അത് ക്രോണിക്കായിട്ട് സൈനസൈറ്റിസ് ആകാനും അത് തിരിച്ചു പോകാൻ പറ്റാത്തൊരു സ്റ്റേജിലോട്ട് വരാം. ആ സ്റ്റേജിലോട്ട് വരാതെ നമ്മൾ സൂക്ഷിക്കണം. അങ്ങനെ വരികയാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് പിന്നെ അത് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് പോലുള്ള റാഡിക്കലായിട്ടുള്ള എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ ഈ അക്യൂട്ടും ക്രോണിക്കും ആയിട്ട് ഉണ്ടെന്ന് പറഞ്ഞു, 2 തരത്തിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ആദ്യം അക്യൂട്ടായിട്ട് വന്നിട്ട് അത് ക്രോണിക് ഒരു സ്റ്റേജിലേക്ക് പോവുകയാണോ ചെയ്യുന്നത്, അതോ ഈ അക്യൂട്ട് സ്റ്റേജിൽ തന്നെ അത് ചികിത്സിച്ച് ഭേദമാക്കാൻ? സ്റ്റേജിൽ തന്നെ നമ്മൾ ചികിത്സിക്കുകയാണെങ്കിൽ അത് ക്രോണിക്, അതായത് തിരിച്ചു പോകാൻ പറ്റാത്തൊരു സ്റ്റേജിലോട്ട് പോവുകയല്ല. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ, ഡോക്ടർ ലൈവാണ്, സംസാരിച്ചോളൂ. സുരേന്ദ്രൻ മലപ്പുറത്ത്. ഈ പിന്നെ എനിക്ക് 40 വയസ്സായി. ഒരു 10-25 വയസ്സ് മുതലേ ഈ തുമ്മലുണ്ട്. അത് ഇപ്പോ പിന്നെ കുറച്ച് ദിവസമായി ഇങ്ങനെ ശ്വാസം മുട്ടായി മാറുന്നുണ്ട്. ആസ്മയുണ്ടോ? ആസ്മ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഒരു 2 കൊല്ലമായിട്ട് കുറേശ്ശെ അങ്ങനെ ഉണ്ടേ. ഓക്കെ, അപ്പോൾ അത് അലർജിയാണ്, അലർജിക് ആസ്മയാണത്. അത് അലർജി ഈ ട്രീറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ ആസ്മ അത് ഇങ്ങോട്ട് ട്രീറ്റ് ചെയ്യണം. അലർജി മൂക്കിലെ അലർജി നമ്മൾ തത്സമയം ശരിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഇനിയും പഴകി ആസ്മ ആയിട്ട് മാറുന്നതിന് മുമ്പ് തന്നെ ഇത് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് അത് അവോയ്ഡ് ചെയ്യാവുന്നേ ഉള്ളൂ, ആസ്മ ആവുന്നത്. മറ്റൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഡോക്ടർ ലൈവാണ്, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഡോക്ടറെ, കേൾക്കാം. എനിക്ക് ഭയങ്കര ജലദോഷമാണ്, പൊടി ഒട്ടും അടിക്കാൻ മേല, ഈ തൊണ്ട ചൊറിച്ചിലും കണ്ണുകടി അതെല്ലാം ഉണ്ടേ, ഭയങ്കര തുമ്മലും എല്ലാമാണ്. എവിടുന്നാ വിളിക്കുന്നേ? ഇത് കുമ്മളിന്ന് ഭവിതയാ വിളിക്കുന്നത്. ഓക്കെ കുമ്പളിയില്. ഇപ്പം പൊടിയില്ലാത്ത സമയല്ലേ, മഴക്കാലമല്ലേ? പൊടിയില്ലാത്ത സമയമാണ്, എന്നാൽ കിടക്കാൻ നേരം ഈ ബെഡിന്റെ പൊടിയൊക്കെ അടിക്കുമ്പോ അപ്പോഴേ ജലദോഷമാണ്. അപ്പോൾ അതിന് ബെഡ് എല്ലാ ആഴ്ചയും അത് മാറ്റണം, ഷീറ്റ്സ് മാറ്റണം. അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്നാലും ഉണ്ടോ? എന്നാലും ഉണ്ട്. വീട്ടിലെ ക്ലീനിങ് അല്ല ചെയ്യുന്നേ? ക്ലീനിങ് അല്ല ഞാൻ തന്നെ ചെയ്യുന്നത്. അത് അവോയ്ഡ് ചെയ്യുക. അഥവാ അത്യാവശ്യമാണ്, വേറെ ആരെ ഏൽപ്പിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മൂക്കിനകത്ത് ഒരു ഫേസിലൊരു മാസ്കോ അല്ലെങ്കിൽ ഒരു ടവല് കെട്ടിയിട്ട് ചെയ്യുക. അപ്പം പൊടിയാണെന്ന് അറിഞ്ഞാൽ അതത്രയും പലർക്കും എന്താണെന്ന് അറിയാത്തൊരു സ്റ്റേജാണ്, അവർക്കാണ് ഏറ്റവും ബുദ്ധിമുട്ട്. പബ്ലിക്ക് അറ്റ്ലീസ്റ്റ് അറിയാമല്ലോ പൊടിയാണെന്നുള്ള, അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. വീട്ടിലെ ജോലി വേറെ ആരെല്ലാം ഏൽപ്പിക്കാൻ പറ്റില്ലാത്ത സ്ത്രീ ആണെങ്കിൽ മൂക്കിൽ എന്തെങ്കിലും ഒരു ഫേസിലൊരു ടവല് വല്ലതും കെട്ടി പൊടിയായിട്ടുള്ള കോണ്ടാക്ട് കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യുക. ഭവിതയ്ക്ക് ഇനി സുഖമായി, അപ്പോൾ വീട്ടിലെ പണിയൊന്നും ഇനി ചെയ്യേണ്ടി വരില്ല എന്ന് തോന്നുന്നുണ്ട് അല്ലേ ഡോക്ടർ? നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഒരു എനിക്ക് പിന്നെ എപ്പോഴും പിന്നെ ജലദോഷം തുമ്മലാണ്. അതെ, പിന്നെ ആഴ്ചയിൽ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിലൊന്നും 2-3 ദിവസം അങ്ങനെ വരിക. കൂടുതൽ രാത്രിയാണ് വരുന്നത്. ആഴ്ച 2-3 ദിവസമേ ഉള്ളൂ അല്ലേ? ആഴ്ച 2 ദിവസം വന്നാൽ പിന്നെ മഴ കൊണ്ട് എപ്പോഴും ഉണ്ടാവും. മഞ്ഞൊന്നും തീരും കൊള്ളാൻ കഴിയില്ല.
ഓക്കെ. ആ ആ. ഒരു ദിവസം രാത്രി മഞ്ഞുകൊണ്ട് തന്നെ 2 ദിവസം തുമ്മൽ, ഒരു ജോലി എടുക്കാൻ കഴിയുന്നില്ല. ഞാൻ ഡോക്ടറെ കാട്ടിയാണ്, ആ ഡോക്ടർ ഗുളിക കഴിക്കുന്നുണ്ട്. ഗുളികയേക്കാളും നല്ലത് നേസൽ സ്പ്രേസ് അവൈലബിൾ ആണ് ഇപ്പോൾ. അത് ഡോക്ടറോട് പറഞ്ഞാൽ ഡോക്ടർ എഴുതി തരും, പ്രിസ്ക്രൈബ് ചെയ്ത് തരും. അത് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് 2 പഫ് അടിച്ചിട്ട് ഉറങ്ങുന്ന നല്ല, പ്രധാനമായിട്ട് ഈ ഒരു ക്ലൈമറ്റിൽ, ഈ മഴയും മഞ്ഞും ഉള്ള സമയത്ത് അത് ഒരു ഉപയോഗിച്ചാൽ വളരെയധികം ആശ്വാസം കിട്ടും. അങ്ങനെ അത് നീട്ടിക്കൊണ്ട് പോകാൻ പാടില്ല, ഇങ്ങനെ അലർജി. അത് വന്നാൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസും ക്രോണിക്കും ആവും. അതുകൊണ്ട് കഴിയതും പെട്ടെന്ന് തന്നെ നല്ലൊരു ENT സർജനെ കണ്ട് ഈ സ്പ്രേസ് ഉപയോഗിച്ച് ഉറങ്ങുന്നതിന് മുമ്പ് അടിക്കുന്നതായിരിക്കും നല്ലത്. ഡോക്ടർ, ആസ്മ, അലർജി, ആസ്പിരിൻ, ഈ 3 ഘടകങ്ങളും ചേർന്ന് വരുന്ന ഒരവസ്ഥയുണ്ടല്ലോ, എന്താണ് ഈ അവസ്ഥയുടെ പ്രത്യേകത? അത് സാംപ്റ്റേഴ്സ് ട്രയഡ് എന്ന് പറയും. അതായത് ഈ 3ഉം കൂടെ വരുന്ന രോഗികളുടെ അലർജി വളരെ സിവിയർ ആയിരിക്കും. ആസ്മ, ആസ്പിരിൻ അലർജി ആൻഡ് അലർജിക് റൈനൈറ്റിസ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പലപ്പോഴും കണ്ടുവരുന്നത് ഈ പല ചികിത്സകളും അങ്ങനെ ശരിക്കും ഏൽക്കില്ല. അപ്പോൾ അത് പിന്നീട് അവർക്ക് ഈ മൂക്കിൽ ദശ വളരാനും മൂക്ക് കംപ്ലീറ്റ് ബ്ലോക്ക് ആവാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പം അത് സാധാരണ അലർജിയിലും ഈ പ്രശ്നങ്ങൾ വരാം, അലർജി, പോളിപ്സ്. പക്ഷേ ഇങ്ങനെയുള്ളവർക്കാണ് അതിനുള്ള സാധ്യത വളരെയധികം കൂടുതൽ. അപ്പോൾ ഇങ്ങനെയുള്ള രോഗികൾക്ക് നമ്മളിപ്പോൾ സാധാരണ ഈ മൂക്കിൽ ദശ വളരുമ്പോൾ ചെയ്യുന്നത് ശസ്ത്രക്രിയ, ഫങ്ഷണൽ എൻഡോസ്കോപ്പിക് സൈനസ് സർജറി എന്ന് പറഞ്ഞ ഒരു കീഹോൾ സർജറിയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ സാംപ്റ്റേഴ്സ് ട്രയഡ് എസ്പെഷ്യലി ഉള്ളവർക്ക് ആ ഒരു ലിമിറ്റഡ് സർജറി കൊണ്ട് ചിലപ്പോൾ ഭേദമാവണമെന്നില്ല. അപ്പോൾ അതിന് റാഡിക്കൽ സർജറി, അത് മൂക്കിനകത്തുള്ള ആ സൈനസുകളെല്ലാം കംപ്ലീറ്റ് ഡ്രില്ല് ചെയ്ത് തുറന്ന് വെച്ചിട്ട് മോഡിഫൈഡ് ലോത്രോപ്പ് സർജറി എന്ന് പറയും. അത് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അത് ചെയ്ത് കംപ്ലീറ്റ് സൈനസുകളൊക്കെ തുറന്നിട്ട് മൂക്കിനകത്തെല്ലാം ചെയ്തിട്ട് അതിനുശേഷം മൂക്കിനകത്ത് ഈ ലായനി ഉപ്പുവെള്ളത്തിനകത്ത് മരുന്ന് മിക്സ് ചെയ്തിട്ട് അടിക്കുകയാണെങ്കിൽ ഈ സാംപ്റ്റേഴ്സ് ട്രയഡ് ഉള്ളവർക്ക് പോലും പിന്നെയും അത് ദശ വളരാതെ അവോയ്ഡ് ചെയ്യാനുള്ള ഒരു പുതിയ ഒരു ശസ്ത്രക്രിയ ആണ് ഇത്, മോഡിഫൈഡ് ലോത്രോപ്പ് സർജറി. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദിയുണ്ട് ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നാളെ 2:30 വീണ്ടും കാണാം. നമസ്കാരം.